നാരായണീയം ഒരു കൈയിലെടുത്തുകൊണ്ടും മറുകൈയിലുള്ള നറുവെണ്ണ നുകർന്നുകൊണ്ടും തന്നാശ്രിതർക്ക് തുണയായി വിളങ്ങിടുന്ന നാരായണീയ ഗുരുവായൂരപ്പ നമോ നമസ്തേ. ഇനി മൂന്നാമത്തെ ശ്ലോകം. ഇവിടെയാണ് പ്രസേനൻ കൊല്ലപ്പെട്ടതും ആ മണി മോഷണം പോയതും ഒക്കെ ഭഗവാന്റെ ഒരു ചതിയാണെന്ന് സത്രാജിത്ത് വിശ്വസിക്കുന്നു. അത് പറഞ്ഞു പരത്തുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഭഗവാൻ ഒരു അപവാദം കേൾക്കേണ്ടി വന്നത്. ശശംസുഹു സത്രാജിത് ഗിരം അനു ജനാഹ ത്വാം സത്രാജിത് ഗിരമനു ജനാസ്ത്വാം മണിഹരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക. തതഃ സർവജ്ഞഃ അപി സ്വജനസഹിതഃ മാർഗണപരഃ പ്രസേനം തം ദൃഷ്ട്വാ ഹരിമപി ഗതഃ അഭൂഹു ഗതോ ഭൂഹു കപിഗുഹാം. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഈ ഒരു ശ്ലോകങ്ങൾ ശിഖരിണി വൃത്തത്തിലാണ്. നേരത്തെ അത് പറയാൻ വിട്ടുപോയതാണ്. സത്രാജിത്ത് ഗിരം, സത്രാജിത്ത് പറഞ്ഞതനുസരിച്ച്, അത് സ്വയം അങ്ങ് തീരുമാനിച്ചു. അനുജനാഹ, ആ പറഞ്ഞത് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അത് കേട്ട ഉടനെ തന്നെ ജനാഹ ജനങ്ങളൊക്കെ ത്വാം അങ്ങയെ മണിഹരം ആ സ്യമന്തകമണി മോഷ്ടിച്ചവനാണ് എന്ന രീതിയിൽ ശശംസുഹു പറയാൻ തുടങ്ങി. ഇനി ഇവിടെ ഒരു ലോകകാര്യം പറയാണ് മേൽപ്പത്തൂർ. ഗുണിനാം, എല്ലാ സദ്ഗുണങ്ങളും തികഞ്ഞ ഒരാൾക്ക് ദോഷകണിക, ഒരു കണികയോളം ദോഷം, ഒരു ചെറുത് അങ്ങനെ ഒന്ന് കിട്ടുകയാണെങ്കിൽ ജനാനാം ജനങ്ങൾക്ക് അത് പീയൂഷം ഭവതി, അതൊരു അമൃത തുല്യമാണ്. പിന്നീട് അതൊന്ന് പറഞ്ഞു നടക്കാൻ എന്തൊരാവേശമായിരിക്കും ജനങ്ങൾക്ക്. അതേസമയം ഏറ്റവും മോശപ്പെട്ട ഒരാള് ഒരു ചെറിയ നല്ല കാര്യം ചെയ്താൽ അത് വലിയ കാര്യമായിട്ടെടുക്കും. എന്നാൽ പൂർണ്ണനായും സദ്ഗുണ സമ്പന്നനായിട്ടുള്ള ഒരാൾ ഏതെങ്കിലും രീതിയിൽ ഒരു ചതിയിൽപ്പെട്ടാൽ മതി, അതിന്റെ ഒരു സത്യാവസ്ഥ പോലും ചിന്തിക്കാതെ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കാതെ അത് പറഞ്ഞു പരത്തുക എന്നത് ആളുകളുടെ ഒരു സ്വഭാവമായി പോയല്ലോ എന്ന് മേൽപ്പത്തൂർ പറയാണ്. അപ്പോൾ സത്രാജിത്ത് ഇത് പറയേണ്ട താമസം ആളുകൾ അത് വിശ്വസിക്കുകയും ചെയ്തു, പറഞ്ഞു പരത്തുകയും ചെയ്തു. തതഃ അനന്തരം സർവജ്ഞഃ അപി, ഭഗവാനെ അങ്ങ് സർവജ്ഞനാണ്, എല്ലാം അറിയുന്നവനായിരുന്നിട്ടും ഒരു സാധാരണക്കാരനെ പോലെ സ്വജന സഹിതഃ, തന്റെ സ്വന്തം ആൾക്കാരും ഒരുമിച്ച് തന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആളുകളോടൊന്നിച്ച് മാർഗണപരഃ, ഈ പ്രസേനനാണ് ഇത് ഇട്ടിട്ട് പോയത് എന്നറിയാവുന്നത് കൊണ്ട് ഭഗവാൻ ആ പ്രസേനൻ പോയ വഴിക്ക് അങ്ങനെ മാർഗണപരഃ അന്വേഷിച്ചിട്ട് അങ്ങനെ താല്പര്യത്തോടെ പുറപ്പെട്ടു. അങ്ങനെ കാട്ടിലെത്തിയപ്പോൾ തം പ്രസേനം, ആ പ്രസേനനെയും ഒപ്പം ഹരിം അപി, ആ സിംഹത്തെയും കൊല്ലപ്പെട്ടതായിട്ട് ദൃഷ്ടുവ
കണ്ടിട്ട് പിന്നീട് നോക്കിയപ്പോൾ അവിടെ കപിയുടെ ആ വാനരന്റെ കാലടയാളം നോക്കിയിട്ട് ആ വഴി പിന്തുടർന്നപ്പോൾ കപിയുടെ ആ വാനരന്റെ ഗുഹയിൽ, വാസസ്ഥാനമായ ഗുഹയിൽ ഗതഹ അഭൂഹു, അങ്ങ് കടന്നു ചെന്നു. അപ്പൊ ഇവിടെ ഭഗവാൻ ഒന്ന് ചോദിച്ചു പോയത് കൊണ്ടാണ് ഇത്ര വലിയൊരു അപവാദം ഭഗവാൻ കേൾക്കേണ്ടി വന്നത്. ഭഗവാൻ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് അത് ചോദിച്ചത്. പക്ഷേ സത്രാജിത്ത് അന്നേ കരുതിയത് ഭഗവാൻ കൊതിയോടുകൂടെ ചോദിക്കുകയാണെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രസേനൻ കൊല്ലപ്പെടുകയും ഒപ്പം ഈ മണി കാണാതിരിക്കുകയും ചെയ്തപ്പോൾ തീർച്ചയായും ഇത് ഭഗവാന്റെ ചതിയാണ് എന്ന് സത്രാജിത്ത് സ്വയം വിശ്വസിക്കുകയും അത് പറഞ്ഞു പരത്തുകയും ചെയ്തു. അപ്പോൾ ഇത്രയും കാലം ഭഗവാനെ കുറിച്ച് അറിയാവുന്ന ആളുകൾ പോലും ഒരു ചെറിയൊരു ദോഷം കിട്ടിയപ്പോൾ അതിനെക്കുറിച്ച്, അതിന്റെ വസ്തുത എന്താണെന്ന് പോലും ചിന്തിക്കാതെ അന്വേഷിക്കാതെ അവരും അതങ്ങ് പാടി നടന്നു. അതുകൊണ്ടാണ് മേൽപ്പത്തൂർ പറയുന്നത്, ഈ ലോകത്ത് അങ്ങനെയാണ്, പൊതുവെ ഇങ്ങനെയാണ് കാര്യങ്ങൾ. ഏറ്റവും സദ്ഗുണ സമ്പന്നനായിട്ട് ഒരാളുടെ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അയാളെ കുറിച്ചൊരു ചെറിയൊരു ഒരു ഗോസിപ്പ്, ഒരു പേരുദോഷം വരുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം കേട്ടാൽ മതി, അത് പറഞ്ഞു പരുത്താൻ ആളുകൾക്ക് വലിയ ഉത്സാഹമാണ്. ഇതൊരു ലോക സ്വഭാവമാണല്ലോ. എന്നാൽ ഇവിടെ ഭഗവാൻ ഇതിനൊന്നും മറുപടി പറയാൻ നിൽക്കാതെ തന്റെ സത്യസന്ധത മറ്റുള്ളവരുടെ മുമ്പിൽ കാണിച്ചു കൊടുക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണ് എന്ന മട്ടിൽ ഭഗവാൻ ആരോടും വഴക്കിനൊന്നും പോവാതെ സ്വയം തന്റെ സത്യം ബോധ്യപ്പെടുത്താൻ ഈ മണിയുടെ സത്യാവസ്ഥയെ, എന്നിട്ടും അവിടെ പറയാണ് ഭഗവാൻ എല്ലാം അറിയാം, ഇതെന്താണ് സംഭവിച്ചതെന്ന് ഭഗവാന് കൃത്യമായിട്ടറിയാം. എന്നാലും ഒരു സാധാരണക്കാരനെ പോലെ ഈ വഴി പോവുകയാണ്. ആ ഒരു വഴി അന്വേഷിച്ചിട്ട്, ഈ പ്രസേനൻ പോയ വഴി അന്വേഷിച്ചിട്ട് അങ്ങനെ അതിന് പുറകെ പോയിട്ട് ശരിക്കും ഒരു അന്വേഷണാത്മകമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ അവിടെ പ്രസേനൻ കൊല്ലപ്പെട്ട കണ്ടു, സിംഹവും കൊല്ലപ്പെട്ട കണ്ടു. സ്വാഭാവികമായിട്ടും ഈ സിംഹമായിരിക്കണം പ്രസേനനെ കൊന്നത് എന്ന് ഭഗവാൻ ഊഹിച്ചു. അവരുടെ കൂടെയുള്ള കുറച്ച് വിശ്വസ്തരായ ആളുകളോട് പറഞ്ഞു, ഇതാണ് ഇവിടെ സംഭവിച്ചത്, പക്ഷെ ആ മണി എവിടെ? അങ്ങനെയെങ്കിൽ ആരോ ഈ സിംഹത്തെയും കൊന്നത് കൈക്കലാക്കി, എങ്കിൽ അത് ആര്? അങ്ങനെ നോക്കിയപ്പോഴാണ് വാനരന്റെ ഒരു കാൽപ്പാട് അവിടെ കണ്ടു. ആ കാൽപ്പാടിനെ നോക്കി നോക്കി ഭഗവാൻ പോയപ്പോൾ ഒരു ഗുഹയുടെ മുന്നിലെത്തി. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാൻ അകത്ത് പോയിട്ട് ഇതാരാണ് എന്താണ് എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഉള്ളിലേക്ക് പോയി. അപ്പൊ ഇവിടെയാണ് ഭഗവാൻ നമുക്കൊരു പാഠമാവുകയാണ്. കാരണം ഭഗവാൻ കൃഷ്ണനും ഭഗവാൻ രാമചന്ദ്രനും രാമായണത്തില് അവരൊക്കെ സാധാരണ മനുഷ്യരായിട്ട് വന്നപ്പോൾ അനുഭവിച്ചതൊക്കെ തന്നെ ഈ ലോകത്ത് ഏതൊരു സാധാരണ മനുഷ്യനും അനുഭവിക്കുന്ന ദുഃഖങ്ങളിലൂടെയും സുഖങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. അപ്പോഴൊക്കെ അവരെങ്ങനെയാണ് അതിനെ സ്വീകരിച്ചതും, അതുപോലെ ദുഃഖം വന്നപ്പോൾ അവരെങ്ങനെയാണ് ആ പ്രതിസന്ധിയെ മറികടന്നത്, ഇതൊക്കെ അവരിങ്ങനെ ഒരു സാധാരണക്കാരെ പോലെ കാണിച്ചു തരുന്നത് ഇത് നമുക്കുള്ള ഒരു വലിയ പാഠമാണ്. അപ്പൊ നമുക്ക് നമ്മുടെ നേരെ ഒരു അപവാദം വന്നാൽ അതിനെതിരെ പൊട്ടിത്തെറിച്ചിട്ടോ കരഞ്ഞിട്ടോ ഓടി ഒളിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. നമ്മളുടെ സത്യസന്ധത തെളിയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് എന്ന രീതിയിൽ അതിനെതിരെ പൊരുതുക തന്നെ ചെയ്യണം എന്നതാണ് ഇവിടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നത്. അങ്ങനെ ഭഗവാൻ സ്വയം അങ്ങോട്ട് ഇറങ്ങിത്തിരിച്ചു ഇതിന്റെ സത്യാവസ്ഥ കണ്ടെത്താൻ. ശ്ലോകം 3. ശശംസു സത്രാജിത് കിരമനുജനാസ്ത്വാം മണികരം ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണികാ തതഃ സർവജ്ഞോഭിഃ സ്വജനസഹിതോ മാർഗണപര പ്രസേനം തം ദൃഷ്ട്വാ ഹരിമഭിഗതോ ഭൂകപിഗുഹാം. ഹരിശരണം. എല്ലാ നാരായണി ഉപാസകർക്കും പ്രണാമം. മഹാത്മാക്കൾക്കും പൂർവികർക്കും
ഭട്ടപാദർക്കും വ്യാസഭഗവാനും ശ്രീ ഗുരുവായൂരപ്പനും നമസ്കാരം. 80-ാം ദശകം 3-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. ലോകസ്വഭാവത്തിനെ സൂചിപ്പിക്കുന്നുണ്ട് ഈ ശ്ലോകത്തിൽ. പൊതുവേ ദോഷദൃക്കുകളാണ് ലൗകിക ജനങ്ങൾ അധികവും, ഗുണദൃക്കുകളല്ല. എന്തിനും ദോഷം കാണാനുള്ള സ്വഭാവമാണ് ഏവർക്കും ഉള്ളത്. നന്മ കാണാനുള്ളതായ സിദ്ധിയില്ലാത്ത പോലെ ഭഗവാനിൽ പോലും. ഭഗവാനെ തന്നെ നമ്മൾ ചോർന്നാണല്ലോ വിളിക്കുന്നത്. മക്കഞ്ചോറ്, ചേലാച്ചോറ് എന്നൊക്കെ പറയും. അതിനൊരു ദിവ്യതയുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ ഇവിടെ പ്രസേനൻ നായാട്ടിൽ പോയി തിരിച്ചു വന്നില്ല. അപ്പോൾ മരിച്ചിരിക്കാം എന്ന് സങ്കല്പിച്ചിരിക്കാം സത്രാജിത്ത്. അദ്ദേഹം അപവാദം പറഞ്ഞുണ്ടാക്കുകയാണ്. അത്യാഗ്രഹിയായിരിക്കുന്ന ശ്രീകൃഷ്ണൻ നായാട്ടിന് പോയ തൻ്റെ സഹോദരനെ വധിച്ച് ആ മണി എടുത്തിരിക്കും എന്നുള്ളതാണ്. എടുത്തിരിക്കുന്നല്ല, എടുത്തു എന്നുള്ളതാണ്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി നാട്ടുകാരത് ഏറ്റെടുത്തു. നോക്കൂ, ലോകാപവാദത്തിൻ്റെ സ്വഭാവം പറയുകയാണ്. ഭഗവാനാണെങ്കിലോ പറഞ്ഞിട്ടുണ്ട്, ലോകാപവാദോ ബലവാൻ മതോമി. ലോകത്തിൻ്റെ അപവാദം വന്നു കഴിഞ്ഞാൽ സജ്ജനങ്ങൾക്കത് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. അവരുടെ ആത്മാർത്ഥത്തെ ചോദ്യം ചെയ്യുന്ന പോലെ തോന്നും. അതുപോലെ തന്നെ ഗീതയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, സംഭാവിതസ്യ ശാകീർത്തിർ മരണാതിരിച്യതയെന്ന് അർജുനോട് പറഞ്ഞിട്ടുണ്ട്. അകീർത്തി മരണത്തിനേക്കാൾ മോശമാണെന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ നമ്മളും നമ്മുടെ പ്രവൃത്തികളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ആവുന്നതും അപകീർത്തി വരാതെ നോക്കുക. പ്രവൃത്തികളെ ആവുന്നതും ആത്മാർത്ഥതയോടുകൂടിയും സതുദ്ദേശത്തോടു കൂടിയും സമർപ്പണത്തോടു കൂടി ചെയ്യണം. അങ്ങനെ ചെയ്താൽ അഥവാ അങ്ങനെ ഇത് വന്നാൽ തന്നെ അപകീർത്തി വന്നാലും നമ്മളതിൽ നിന്നും മോചനം നേടും ഭഗവാന്റെ കൃപ കൊണ്ട്. ഏതായാലും സത്രാജിത്തിൻ്റെ വാക്ക് കേട്ട് ജനങ്ങളത് പറയാൻ തുടങ്ങി. ഇത് ഭഗവാന്റെ ചെവിയിലും എത്തി ഈ ഒരപവാദം. എന്നിട്ട് നന്നായിട്ട് ഭട്ടതിരിപ്പാട് പറയാണ്, ജനാനം പീയൂഷം ഭവതി ഗുണിനാം ദോഷഗണിക. വളരെ രസമായൊരു ഇതാണ്. അതായത് സജ്ജനങ്ങളുടെ അല്പമാത്രമായ ദോഷം പോലും അതിനെ അമൃതായി കണ്ടുകൊണ്ട് അത് ആസ്വദിച്ച് അതിനെ വിമർശിച്ച് കുറ്റം പറഞ്ഞ് അതങ്ങനെ പാടി നടക്കുന്ന ജനങ്ങളാണ് ചുറ്റുപാടും അധികവും ഉണ്ടാവുക എന്നർത്ഥം. അവർക്ക് അതാണ് ആനന്ദം, പരദൂഷണം തന്നെ. അതാണ് ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത്. അതൊരു ആനന്ദമാണ്, ടൈം പാസ്സാണ്. ഇപ്പോഴത്തെ കാലത്തും എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് പലപ്പോഴും പറയാറുള്ളത്, സത്സംഗത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ സത്സംഗം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കരുത്. സത്സംഗം കഴിഞ്ഞ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടെ ദുസ്സംഗം തുടങ്ങും. ആരെങ്കിലും കുറ്റം പറയാൻ തുടങ്ങും. അത് ആസ്വദിക്കാൻ ആൾക്കാരും ഉണ്ടാവും അവിടെ. അതുകൊണ്ടാണ് സത്സംഗത്തിന് പോകുമ്പോൾ സത്സംഗം കഴിഞ്ഞാൽ വേഗം പോകുന്നോളണം അവിടുന്ന്. ഇവിടെ ഈ ഭഗവാനെക്കുറിച്ച് അപകീർത്തി പറഞ്ഞ് പരത്തി സത്രാജിത്തും ജനങ്ങളൊക്കെ കൂടിയിട്ട് ഭഗവാന്റെ സൽപ്രവൃത്തിയിലൊക്കെ മറന്നു, ദിവ്യത മറന്നു. ഇതൊക്കെയാണ് സാധാരണ സംഭവിക്കുന്നത്. ഇത് ഭഗവാൻ അറിഞ്ഞു. ഭട്ടതിരിപ്പാട് അല്ലെങ്കിൽ ഭാഗവതം പറയുകയാണ്, എല്ലാം അറിയാം ഭഗവാൻ, സർവജ്ഞോപി എന്നാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ. അങ്ങനെ അദ്ദേഹം നിശ്ചയിക്കുകയാണ്, ഈ മണി എല്ലാം അറിയാം, ജാമ്പവാനെ കാണണം, അദ്ദേഹത്തിന് കൊടുത്ത ആ ഒരു വരം അദ്ദേഹത്തെ അനുഭവിപ്പിക്കണം, അദ്ദേഹത്തിൻ്റെ മകളെ. കാരണം എന്താ വെച്ചാൽ വാമനാവതാരത്തിൽ 21 വട്ടം പ്രപഞ്ചം മുഴുവൻ ചുറ്റി ഭഗവാന്റെ ആ മഹിമ വിളംബരം ചെയ്ത ആളാണ് ജാമ്പവാൻ. അത് ജാമ്പവാൻ മറന്നാലും ഭഗവാൻ മറക്കില്ല. അതുകൊണ്ടാണ് ജാമ്പവാനായിട്ടൊരു ബന്ധം വേണം. അതൊരു അനുഗ്രഹമായിട്ട് അദ്ദേഹത്തിന് മകളെ സ്വീകരിക്കുന്നത്. പറയുമ്പോൾ അത്ര ഒരു സംസ്കാരം എന്നുള്ള കുട്ടിയല്ല ജാമ്പവതി, കണിയൻകുട്ടി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. ഭക്തൻ കൊടുക്കുന്ന എല്ലതും ഏതും അത് ഭക്തിയോടുകൂടി കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കും ഭഗവാൻ. ആ കിട്ടിയ വസ്തുവിനെ ശുദ്ധീകരിക്കുകയും ചെയ്യും ഭഗവാൻ. നമ്മളെ ശുദ്ധീകരിക്കും.
അപ്പോൾ ആ ഒരു പ്രത്യുപകാരത്തിൻ്റെ ഒരു അവസ്ഥയും കൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സാധിക്കണമെങ്കിൽ കഥയ്ക്കൊരു ട്വിസ്റ്റ് ഉണ്ടാവണം, ഒരു മാറ്റം ഉണ്ടാവണം. അതുകൊണ്ട് ഉദ്ധവർ തുടങ്ങിയിട്ടുള്ളതായ പലരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അങ്ങനെ പോണ സമയത്ത് ആദ്യം കണ്ടത് പ്രസേനൻ്റെ മൃതശരീരം കണ്ടു. അപ്പോൾ പ്രസേനൻ മരിച്ചു. അവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടു. അതിൻ്റെ പിന്നാലെ പോയി കുറേ ചെന്നപ്പോൾ സിംഹവും ചത്ത് കിടക്കുന്നുണ്ട്. അവിടുന്ന് കുരങ്ങൻ്റേതെന്ന് പോലെ തോന്നുന്ന കാൽപ്പാടുകൾ കണ്ട് അങ്ങനെ പോയി ജാമ്പവാൻ്റെ ഗുഹയുടെ അടുത്ത് എത്തി. അവിടെ ചെല്ലുമ്പോൾ ഇനിയാണ് നാടകം. പലപ്പോഴും പറയാറുള്ള പോലെ എല്ലാവരെയും എല്ലായിടത്തേക്കും കൊണ്ടുപോകരുത്. കൊണ്ടുപോയാൽ അത് പല പ്രശ്നങ്ങൾക്കും വഴിവെക്കും. അപ്പോൾ ആവശ്യമുള്ളവരെ, അല്ലെങ്കിൽ തന്നെത്താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെത്താൻ ചെയ്തോളുക. അതാരും അറിയാനും പോണ്ട, ആനന്ദിച്ചാൽ മാത്രം മതി. അതുകൊണ്ടാണ് അവരൊക്കെ പുറത്ത് നിർത്താണ്ടായത്. ആരെയും അകത്ത് കടത്തിയില്ല. അങ്ങനെ ആണ് പതുക്കെ ജാമ്പവാൻ്റെ ഗുഹയിലേക്ക് പ്രവേശിക്കുന്നത്. ഭഗവാൻ തൻ്റെ കൂടെ വന്ന എല്ലാവരെയും പുറത്ത് നിർത്തി ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട്, ഇതൊക്കെ നമുക്കും അറിയേണ്ട ചില രഹസ്യങ്ങളോ കാര്യങ്ങളോ ആണ്. ആരെയൊക്കെ എവിടെയൊക്കെ എന്തിനു വേണ്ടി കൊണ്ടുപോകണം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ആരോട് എന്തൊക്കെ പറയണം, ആർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം, ഇതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞ് പ്രവർത്തിക്കാൻ ശീലിക്കണം നമ്മൾ. അങ്ങനെ സ്വന്തം കാര്യമൊക്കെ പുറത്ത് നിർത്തി അദ്ദേഹം ജാമ്പവാൻ്റെ ഗുഹയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുകയാണത്രേ. അതിന് ശേഷം ഉണ്ടാകുന്ന നാടകീയമായ രംഗങ്ങൾ നമുക്ക് കാണാം. കാരണം പറഞ്ഞ വാക്ക് പാലിക്കുന്ന ഒരു ശക്തിവിശേഷമാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഗീതയിലൊക്കെ പറഞ്ഞത് നമേ ഭക്ത പ്രണശ്ശരി, എൻ്റെ ഭക്തൻ നശിക്കില്ല. ശരിയാണത്. പക്ഷെ അത്രയും വിശ്വാസവും ആശ്രയബോധവും നമുക്കുണ്ടാവണം. അതെല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. നാരായണീയത്തിൽ കൂടി ഭഗവാനെ ഉപാസിച്ചാലും ഭഗവത്തിൽ കൂടി ഉപാസിച്ചാലും ഇത്തരം ചില നന്മകൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. എന്നാൽ ജന്മം സഫലമാവും. ഗുരുവായൂരപ്പ ശരണം, ഹരിശരണം.